എല്ലാവർക്കും ഹാപ്പി ബയോഹോമിന്റെ ഓണാശംസകൾ. അതെ, നമ്മള് ഓണത്തിന് പായസം ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ ചിരണ്ടുവാണ്. അതിനുവേണ്ടി നമുക്ക് പ്രീതിയുടെ ഒരു തേങ്ങ ചിരണ്ടുന്ന ഒരു മെഷീനുണ്ട്. പക്ഷെ ഇത് അത്ര പ്രാക്ടിക്കൽ അല്ല. എന്ന് വെച്ചാൽ തേങ്ങ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലിഡ് വെച്ച് ഇത് ഓണാക്കുമ്പോഴത്തേക്കുമാണ് സംഭവം ചെന്നാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ ലിഡ് ഇങ്ങനെ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്ര എല്ലാ തേങ്ങയുടെ എല്ലാ ഭാഗവും നമുക്ക് ആ ചിരണ്ടുന്ന ആ ഭാഗത്തേക്ക് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വേറെ എളുപ്പ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനൊരു ഈ സേഫ്റ്റി ലിഡാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഈ ലിഡ് ഊരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്വിച്ച് കട്ടാകും. അപ്പോഴത്തേക്കും ഈ ലിഡ് ഊരുമ്പോഴത്തേക്കും ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഈ വെച്ചിരിക്കുന്നതാണ്. ഈ ലിഡ് ഊരുമ്പോഴത്തേക്കും ഈ സ്വിച്ച് ഓഫ് ആവുകയും മെഷീൻ കട്ടാകുകയും ചെയ്യും, ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ആ സ്വിച്ചിന്റെ അവിടെ നമ്മളൊരു പേപ്പർ കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ സ്വിച്ച് ഓണാക്കുമ്പോൾ ഇത് വർക്കാകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ നമ്മൾ തേങ്ങ ചിരണ്ട മെഷീനൊക്കെ ചെയ്യുന്ന പോലെ തേങ്ങ വെച്ചിട്ടാണ് ഇപ്പോൾ ചിരണ്ടുന്നത്. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഇത്തിരി സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ടിത് ചിരണ്ടാൻ പറ്റും. അങ്ങനെ ചിരണ്ടിയാണിത്. ഇത്രയും തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചു. അങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നതാണിത്. ഇത് ശരിക്കും വലിയ ലാഭകരമെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പവർ കുറഞ്ഞ മെഷീനാണ്. നമുക്ക് നല്ല കറണ്ട് ചാർജ് ഒരു തേങ്ങാമുറി ചിരണ്ടി എടുക്കുന്നതിന് തന്നെ നല്ല സമയമെടുക്കും. അപ്പോൾ ഇത് അത്ര ലാഭകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കറണ്ട് എന്തോരം കൺസ്യൂം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ മറ്റ് മെഷീൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയാലേ അറിയാവുള്ളൂ. എങ്കിൽ പോലും ഇതത്ര പ്രാക്ടിക്കൽ അല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കുവാണെങ്കിലേ ഉള്ളൂ. അതുകൊണ്ടൊരു നമ്മൾ കുറേ സമയമായി ചിരണ്ടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അധികം തേങ്ങയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഓണമായതുകൊണ്ട് പായസം ഉണ്ടാക്കാൻ നമ്മൾ കുറേ തേങ്ങ ചിരണ്ടി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് വെച്ച് ചിരണ്ടാന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഡെയിലി യൂസിന് ഇത് തേങ്ങ ചിരണ്ടി കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നവർക്കാണ് പിന്നെ എന്നാലും ഇതത്ര